ഹലോ, അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. രാവിലെ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അലക്കൂട്ടന് മുടി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു സലൂണിൽ കയറിയതാണ് കേട്ടോ. നല്ല ബഹളവും കച്ചറയൊക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മുടിയൊക്കെ വെട്ടി അവിടെ നിന്ന് പിന്നെ ഞങ്ങളിനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ, ലുലു. അപ്പോൾ കയറുന്ന അവിടെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് അലക്കുട്ടൻ ചാടി കയറിയിട്ടു. അതിലൊക്കെ ഇതൊരു എക്സ്കവേറ്റർ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഒരു ഹോസ് ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലോലിപ്പോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെ ഒന്ന് കയറി കാണണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഫിഷും ചിക്കനും ഒക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ നമ്മൾ ബാക്കി പർച്ചേസൊക്കെ കഴിയുമ്പോഴേക്കും അതൊരു ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് എടുത്തിട്ട് അവിടെ പോയിരുന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അപ്പം നോമ്പൊക്കെ തുടങ്ങാനാവുന്നു മാർച്ചിൽ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങളും ഓഫേഴ്സും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ അതൊക്കെ എടുത്ത് നോക്കി കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തു. എന്നിട്ട് ചുമ്മാ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ നല്ല രസമാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നമുക്കൊന്നും പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് തന്നെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിതാ ഇങ്ങനെ പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് പോയി. അവിടെ പോയിട്ട് നമുക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു. ഒരുപാടൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ടുള്ള ടൊമാറ്റോ, ഉള്ളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാനുണ്ടായിരുന്നുള്ളേ. പിന്നെ നമ്മൾ നല്ല തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല തേങ്ങാക്കൊത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ ബെറീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ട് ബില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പാക്ക് ചെയ്തിട്ട്. പിന്നെ അലുക്കുട്ടിന് വേണ്ടിയിട്ട് യാക്കുൾട്ട്, പാല്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ തപ്പി നടക്കുമ്പോൾ ഒരു ചക്കയുടേത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രോസൺ. കുറേ നാളായി ഞാൻ ഈ ഒരു ചക്ക പുഴുക്ക് കഴിക്കാൻ തോന്നിയിട്ട്. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ അത് മേടിച്ചു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റിയോൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടന് പാൻറ്റൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അവിടെ ഒന്ന് കയറി നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ബില്ലിങ്ങിലെത്തി ഒക്കെ എടുത്ത് വെച്ച് ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ റിയോയിൽ കയറി കേട്ടോ. റിയോൻ്റെ ഓഫർ സെക്ഷനിൽ കയറിയപ്പോൾ നമുക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ, ഏട്ടൻ്റെ സൈസിനൊന്നും ആയിട്ട്. പിന്നെ നമ്മൾ അല്ലാതെ എൻ്റെ ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു 2 ടീഷർട്ടും 2 പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കവറിന്ന് എടുക്കുക, അങ്ങനെ ട്രോളിങ് കൊണ്ട് റൂമിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.